വേദിയിലിരിക്കുന്ന ടി ശ്രീകുമാർ, മറ്റു അധ്യക്ഷൻ, വിഷയ അവതാരകർ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഞാൻ എഴുതി കൊണ്ടുവന്ന പേപ്പർ വായിക്കാനുള്ള സമയം അതിലുപരി നൽകില്ല എന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒന്ന്, കേരളത്തിലേറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഡെവലപ്മെന്റ്, വികസനം എന്ന് പറയുന്നത്. ഈ വികസനത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ 2 കോൺഗ്രസ് കേരളത്തിൽ നടന്നു, 2 കോൺഫറൻസുകൾ, ഒന്ന് LDF നടത്തിയത്, ഒന്ന് LDF നടത്തിയ കോൺഗ്രസുകൾ. ഇതിൻ്റെ ഒരു കേരള മോഡൽ ഡെവലപ്മെന്റ്, കേരള മോഡൽ വികസനം എന്നതിൻ്റെ ദൗർബല്യങ്ങൾ, പരാജയങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിന് പകരം കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ പുരോഗതികളിൽ LDF എന്ത് ചെയ്തു, UDF എന്ത് ചെയ്തു എന്ന ഒരു പാരമ്പര്യമായ കേരള മോഡൽ ഡെവലപ്മെന്റിനെ നിലനിർത്താനുള്ള ഒരു ശ്രമങ്ങളാണ് ഇത്തരം കോൺഗ്രസിലൂടെ നടന്നത്. നമുക്കതിൻ്റെ പേപ്പറുകളും പ്രസന്റേഷനും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആരോഗ്യം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പൊതുമേഖലയുടെ വിന്യാസമാണ്. പൊതുമേഖല, ഗവൺമെന്റ്, സ്റ്റേറ്റ്, എല്ലാ സാമൂഹിക വിഭാഗങ്ങൾക്കും തുല്യ പരിഗണന നൽകുകയും തുല്യ വികസന വിതരണം നടത്തുകയും ചെയ്യുക എന്നാണ് ഈ കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ അന്തസത്തയായി നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ കേരള മോഡൽ ഡെവലപ്മെന്റ് ആരെയാണ് അഭിസംബോധന ചെയ്തത്? ഏത് ജനവിഭാഗങ്ങളാണ് ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നതിൻ്റെ അകത്ത് ഉൾച്ചേർന്നത് എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഒരു പ്രത്യേക ജനവിഭാഗങ്ങളെ മാത്രമാണ് ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇത് ഞാൻ സൂചിപ്പിക്കാം. തൊഴിൽ മേഖലയിൽ ഒരു അതീശത്വ പ്രവണത ഉണ്ട്. തൊഴിൽ മേഖല എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പൊതുമേഖല, പൊതുതൊഴിൽ, പബ്ലിക് ജോബ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗം, ഗവൺമെന്റ് കൊടുക്കുന്ന തൊഴിൽ എന്നതിനെ കുറിച്ചാണ്. ഈ മേഖലയിലെ ജനകീയവൽക്കരണമാണ് കേരള മോഡലിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. ഈ കേരള മോഡലിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകപ്പെട്ടത് ഏത് വിഭാഗങ്ങൾക്കാണ്? ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നൽകപ്പെട്ടത് ഏത് വിഭാഗങ്ങൾക്കാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഈ കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ അകത്തുള്ള ഒരു വിഭാഗവും പുറത്തുള്ള ഒരു വിഭാഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ സാമൂഹിക വിഭാഗങ്ങളും കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ അകത്തുള്ളവരല്ല, ഭൂരിഭാഗം പുറത്തുള്ള ജനങ്ങളാണ്. അങ്ങനെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ 70കളിൽ പ്രവാസം എന്ന സംഗതി ശക്തിപ്പെട്ടു. അപ്പോൾ പ്രവാസത്തെക്കുറിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ ഗുണഫലമായിട്ടാണ് പ്രവാസം സ്വീകരിക്കുന്നത്. രണ്ടാമത്തത്, കേരള മോഡൽ ഡെവലപ്മെന്റിൽ ഉൾപ്പെടാത്തത് കൊണ്ട് തൊഴിലും സമ്പത്തും സാംസ്കാരിക അതീശത്വവും നേടുവാൻ വേണ്ടിയാണ് പ്രവാസം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തെരഞ്ഞെടുത്തത് എന്ന അഭിപ്രായമാണ്. ഈ അഭിപ്രായമാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. കാരണം 1970-ൽ കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, വെൽത്ത് തുടങ്ങിയൊന്നും ഇത്ര സെറ്റപ്പിൽ വികസിച്ചിട്ടില്ല എന്ന് പ്രവാസം ശക്തിപ്പെടുന്ന സമയത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്, പ്രവാസം തെരഞ്ഞെടുത്തത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് അധികവും എന്നത്, പ്രത്യേകിച്ച് ശ്രീലങ്ക, ഗൾഫ്, യൂറോപ്പ് തുടങ്ങിയ മേഖലയിലേക്ക് പോയത് ക്രിസ്ത്യൻ, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ട ആളുകളായി. അപ്പൊ ഇതിൽ പുറത്തുള്ള ആളുകൾ തൊഴിൽ തേടി, തൊഴിൽ അന്വേഷിച്ച് സമാന്തരമായ ഒരു വികസന സംരംഭം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ ഉയർത്തിക്കൊണ്ടുവന്ന സമാന്തരമായ വികസന പ്രക്രിയയിലൂടെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തൊഴിൽ മേഖല തുടങ്ങിയവയിൽ അവരുടെ സാമുദായിക ഭദ്രത ഉറപ്പുവരുത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത, വിതരണം ചെയ്ത, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ തൊഴിൽ മേഖലയിൽ കൈയടക്കി വെച്ച ജനവിഭാഗങ്ങൾ ഔദാര്യമായി നൽകിയ തൊഴിലിൽ നിന്നല്ല, സ്വയം ആർജിച്ച തൊഴിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നുമാണ്, അതിൽ നിന്ന് കിട്ടിയ മൂലധനവുമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ യഥാർത്ഥത്തിൽ അവരുടെ വികസനം എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഒരു ചുരുക്കം,
മുഴുവൻ ജനവിഭാഗങ്ങളുടെയും അധികാരഘടനയിലുള്ള പങ്കാളിത്തം, സാമൂഹ്യ സമത്വം, തുല്യനീതി, സാമൂഹ്യ സുരക്ഷ എന്നിവയിൽ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ പദാവലി ഏറ്റവും വലിയ ബ്ലണ്ടറാണ്, പരാജയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ മലബാറിലെ പിന്നാക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട സംഗതി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. ഇതിലേക്ക് കൂടുതൽ ഞാൻ കിടക്കുന്നില്ല. പക്ഷെ മലബാറിലെ പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, മലബാറിൽ നിന്നായിരുന്നു കൂടുതൽ മന്ത്രിമാരുണ്ടായിരുന്നു, മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, എന്തുകൊണ്ട് മലബാറിൽ ഇവർ സ്കൂൾ കൊടുത്തില്ല, ഹോസ്പിറ്റൽ കൊടുത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി, മന്ത്രി, MLA എന്ന പ്രാതിനിധ്യം ഇപ്പോൾ കേരള ജനസംഖ്യയിലെ ഏറ്റവും വലിയ ശതമാനം മലബാറിലാണ്, 42%. ഈ ജനസംഖ്യ ഒക്കെ ഉണ്ടായിട്ട് പോലും ഇവരുടെ ജനപ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ നിയമസഭയിൽ ഉണ്ടായിട്ട് പോലും മലബാറിലെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ സാധിക്കാത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള മോഡൽ ഡെവലപ്മെന്റിൽ ഡോമിനന്റായി നിൽക്കുന്ന ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഈ മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരും നിർബന്ധിതരായിരുന്നു എന്നുള്ള ഇവരുടെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ സംഗതി, കേരള മോഡൽ ഡെവലപ്മെന്റ് നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ലാൻഡ് റിഫോംസ് ആണ്, ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. റീസൺസ് ഓഫ് കേരള ഡെവലപ്മെന്റിൽ പ്രൊഫസർ KN രാജു പറയുന്നത് ഭൂപരിഷ്കരണത്തിന്റെ ഒരുപാട് നേട്ടങ്ങൾ പറയും. പക്ഷെ ഭൂപരിഷ്കരണവും കേരളത്തിന്റെ വികസനത്തിന്റെ നട്ടെല്ല് എന്ന രീതിയിൽ ഭൂപരിഷ്കരണം ആർക്കാണ് മെച്ചമുണ്ടാക്കിയത്? ഈ ചോദ്യത്തിന് നമ്മൾ എന്താകുമ്പോൾ 1957 സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് മുതൽ ആരംഭിച്ച ഭൂപരിഷ്കരണ പ്രക്രിയ ഭൂമി ആർക്ക് കൊടുത്തു എന്ന് നോക്കുമ്പോൾ ഭൂമി കിട്ടിയ പുതിയൊരു തട്ടിനെ കേരളീയ സാമൂഹിക വിഭാഗങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. അതായത് കർഷക തൊഴിലാളികളെ വെച്ച് കൃഷി ചെയ്യുന്ന ചെറിയ ഭൂമിയുടെ ഉടമസ്ഥതാവകാശമുള്ള ആളുകളുടെ വേറൊരു തട്ട് സാമൂഹിക വിഭാഗങ്ങളിൽ ഉണ്ടാക്കി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് അതിന്റെ 50ാം വാർഷികമൊക്കെ സമുചിതമായി കുറച്ചു മുമ്പ് ആഘോഷിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 10%, കേരളത്തിലെ 10% വരുന്ന ആളുകളുടെ കയ്യിലാണ് 55% ഭൂമി എന്നറിയുമ്പോൾ ഭൂപരിഷ്കരണം വലിയൊരു പരാജയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഈ ഭൂപരിഷ്കരണ പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ദളിത് ആദിവാസികൾ ലാൻഡിനു വേണ്ടി, ഭൂമിക്ക് വേണ്ടി പുതിയ സമരങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ കേരള മോഡൽ വികസനത്തിന്റെ പുറത്തുള്ള വലിയ വിഭാഗമുണ്ട്. അതുപോലെ തന്നെ കേരള വികസനത്തിന്റെ നെട്ടല് എന്നറിയപ്പെടുന്ന ഭൂപരിഷ്കരണത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട വലിയൊരു സാമൂഹിക വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി സൂചിപ്പിക്കുന്നത് ഇതിലുള്ള പങ്കാളിത്തം 2 രീതിയിലാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് സബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞ കർത്തൃത്വം, ഇത് ഞങ്ങളുടേതാണെന്ന് സ്ഥാപിക്കുവാനുള്ള രീതിയിലുള്ള ചില ആളുകളുടെ ഇടപെടലാണ് ഈ കേരള മോഡൽ ഡെവലപ്മെന്റിലെ ഒന്നാമത്തെ. രണ്ടാമത്തെ അതിജീവനത്തിന്റെ ഭാഗമായി സ്വയം ജീവിക്കാനുള്ള സമരങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും സാംസ്കാരിക ശ്രമങ്ങളുടെയും ഭാഗമായി കേരളത്തിലെ ജനാധിപത്യ സാംസ്കാരിക സാമ്പത്തിക സമ്പ്രദായങ്ങൾക്ക് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കേരളത്തിലെ ഒരു സമുദായമാണ് നായർ സമുദായം. നായർ സമുദായം എന്ന് പറയുന്നത് നല്ല സാമുദായിക ഭദ്രതയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. രണ്ടാമത്തത്, ഇവർക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടിയില്ല. രാഷ്ട്രീയ പാർട്ടികളിലും മീഡിയകളിലും ചരിത്രമെഴുത്ത്, കലാസാഹിത്യ മേഖല തുടങ്ങിയ എല്ലാ ട്രഡീഷണൽ എന്ന് പറയുന്ന പാരമ്പര്യ നിർണയവാദം, ജ്ഞാന കുത്തകവൽക്കരണം തുടങ്ങിയ ഒരുപാട് അതീശ പദാവലികൾ ഇതിലെല്ലാം തന്നെ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും ഇതെല്ലാം സാമുദായിക കപ്പാസിറ്റി, ഭദ്രത, കഴിവ് ഒക്കെ ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു സമുദായമാണ് കേരളത്തിലെ നായർ. ഏറ്റവും കൂടുതൽ കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ ഗുണഭോക്താക്കൾ വിവരമാണ് ഞാൻ സൂചിപ്പിക്കുന്ന. ഏറ്റവും കൂടുതൽ കേരള മോഡൽ ഡെവലപ്മെന്റ്, അതായത് പൊതുമേഖല, തൊഴിൽ, ഗവൺമെന്റ് ഉദ്യോഗം എന്നതിന് നമ്മൾ ലിസ്റ്റ് എടുത്ത് ജാതി തിരിച്ച് പരിശോധിച്ചാൽ ഈ കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ എല്ലാവർക്കും തൊഴിൽ എന്ന ഈ സമവാക്യം അല്ലെങ്കിൽ എന്ന മുദ്രാവാക്യം എങ്ങനെയാണ് പ്രായോഗിക രംഗത്ത് പ്രതിഫലിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ സംഗതി, കേരളത്തിലെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് ഇതിന്റെ സബ്ജക്ടിവിറ്റി. കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഈ വികസന പദാവലിയുടെ ഒരു സബ്ജക്ടിവിറ്റി ഏറ്റവും കൂടുതൽ അവകാശപ്പെടാൻ പറ്റുന്ന സമുദായിക വിഭാഗം, സാമൂഹിക വിഭാഗം എന്നറിയപ്പെടുന്നത് ഈ നായർ കമ്മ്യൂണിറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. NSS എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വിഭാഗമുണ്ട്. വലിയ പ്രഷർ ഗ്രൂപ്പാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വലിയ പ്രഷർ ചെലുത്തുന്നതിന്റെ സാമൂഹ്യ സാഹചര്യമൊക്കെ ഇനി ഇവിടെ വിശദീകരിക്കുമെന്നാണ്. രണ്ടാമത്തത് ഈഴവ സമുദായം.
ഈഴവ വിഭാഗം കേരളത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗങ്ങൾ ഒരു വിഭാഗമാണ് ഈഴവ സമുദായം എന്ന് പറയുന്നത്. സംവരണ റിസർവേഷനിലൂടെ അധികാര പങ്കാളിത്തത്തിന് ഏറെക്കുറെയൊക്കെ ശ്രമിക്കുകയും അതിൽ വലിയൊരു പങ്ക് വിജയിക്കുകയും ചെയ്ത ഒരു സമുദായമാണ് ഈഴവ സമുദായം എന്ന് പറയുന്നത്. പക്ഷേ ഈഴവ സമുദായത്തെ ഔദ്യോഗികമായി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് SNDP ആണ്. SNDPയുടെ ഏറ്റവും വലിയ പ്രശ്നമായി ഈഴവ സമുദായത്തിൽ തന്നെയുള്ള ആളുകൾ വിമർശിക്കുന്നത് സാമുദായിക ഭദ്രത, സാമുദായിക പ്രാപ്തി തുടങ്ങിയ രണ്ട് സംഗതി നേടിയെടുക്കുന്നതിന് പകരം സാമുദായികമായ ഒരു ഉയർന്ന ശ്രേണിയിലുള്ള അപ്പർ ക്ലാസിനെയും അപ്പർ കാസ്റ്റിനെയും അനുകരിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങളാണ് ശ്രീനാരായണ ഗുരുവിന്റെ കാലശേഷം പ്രത്യേകിച്ച് ഈ സമുദായത്തിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമാണ് ഹിന്ദു പാർലമെന്റ് എന്ന് പറയപ്പെടുന്ന മിഥ്യയായ ഹിന്ദു ഐക്യത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ SNDP എന്നറിയപ്പെടുന്ന ഈഴവ സമുദായത്തിന്റെ ഈ പ്രഷർ ഗ്രൂപ്പാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ സമുദായമാണ് ക്രിസ്ത്യൻസ്. ക്രിസ്ത്യൻസിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചാൽ സാമുദായിക ഭദ്രതയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ സാമുദായിക ഭദ്രത നേടിയെടുത്തത് കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ ഗുണഭോക്താക്കൾ എന്ന രീതിയിലല്ല, മതപ്രചരണം, മിഷണറി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം വിദ്യാഭ്യാസം, സേവന മേഖല, തൊഴിൽ മേഖല തുടങ്ങിയ എല്ലാ മേഖലയിലും വലിയ ഒരു ഉന്നതിയിലേക്ക് എത്താൻ സാധിച്ചു. പിന്നെ സുസ്ഥിരമായൊരു പ്രഷർ ഗ്രൂപ്പ് ഉള്ള സമുദായമാണ് ക്രിസ്ത്യൻ സമൂഹം. വഖഫ് ബോർഡും ദേവസ്വം ബോർഡൊന്നും പോലെ ഒരു ബോർഡ്, ഒരു അധികാര ഇടപെടൽ ഈ സമുദായത്തിനുള്ളിൽ നടത്താൻ സാധിക്കുകയില്ല. എന്നപോലെ തന്നെ LDF, UDF നമ്മുടെ അധികാര സമവാക്യങ്ങൾ ഭയങ്കര സുസ്ഥിരമായ, ഇത്രയും സുസ്ഥിരമായ ഒരു പ്രഷർ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ചെലുത്തുവാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി കേരള മോഡലിന് പുറത്തുനിന്ന് വികസിപ്പിച്ചെടുത്തതാണ്. ഇതിന്റെ അകത്തുനിന്നുള്ള ഒരു സമുദായമല്ല ക്രിസ്ത്യൻ സമുദായം. പ്രത്യേകിച്ച് മതനിഷ്ഠിതമായ സംഗതിയാണ്. ആഗോളവൽക്കരണത്തിന് ഏറ്റവും സമുദായം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി ഉപയോഗപ്പെടുത്തിയ ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷെ പുതിയ രാഷ്ട്രീയ അന്വേഷണങ്ങൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ തന്നെ വിവിധ അവാന്തര വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മതപരിവർത്തിതരായ അവശ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുടെ ഒരു രാഷ്ട്രീയമായ ഐക്യശ്രമങ്ങൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വലിയ പ്രാധാന്യം നൽകുന്നില്ല. പുതിയ സാമുദായികമായ അന്വേഷണങ്ങളോ ഒന്നും ക്രിസ്ത്യൻ സമൂഹത്തിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കേരളത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് പുറത്തുനിന്നുള്ള ഇടപെടലിലൂടെ മാത്രമായിരുന്നു ക്രിസ്ത്യൻ സമൂഹത്തിൽ നൽകുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആശയ വികാസങ്ങൾ ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ്. പ്രത്യേകിച്ച് സമുദായത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആധുനികത എന്ന് പറയുന്ന ഒരു ആധുനികതയ്ക്ക് ശേഷം അപരരായിട്ടാണ് മുസ്ലിം സമൂഹത്തെ പൊതുവെ കേരളത്തിലെ പൊതുമണ്ഡലം പരിഗണിച്ചിരുന്നത്. ഗ്ലോബൽ എന്ന ഒരു പൊതുബിന്ദുവിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും യോജിക്കുന്നുണ്ട്. എന്നാൽ ഐഡിയോളജിക്കലായി തന്നെ ഒരു ഗ്ലോബലായ ഒരു മുഖം ഇസ്ലാമിനും അതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ട്. ഇത് സമൂഹത്തിന്റെ പുതിയ അവബോധങ്ങൾക്കും ആശയവികാസങ്ങൾക്കും വലിയ പങ്ക് വഹിച്ചിട്ടാണ് ആദർശപരമായ ഈ ആഗോള ഭരത എന്നൊക്കെ പറയുന്ന ആഗോളപരമായ ബന്ധങ്ങൾ, ശക്തി തുടങ്ങിയത്. അതോടൊപ്പം പ്രാദേശിക സ്വത്വങ്ങൾ, പ്രാദേശിക വാദങ്ങൾ, സ്വത്വങ്ങൾ എന്ന് പറയുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന അടിസ്ഥാന വർഗങ്ങളുമായി യിട്ടുള്ള രാഷ്ട്രീയമായ ഒരു ശ്രമത്തിന് കൂടി ഈ ആദർശ സ്വത്വം തടസ്സമാകാത്ത രീതിയിൽ, ആദർശത്വം എന്ന് പറഞ്ഞാൽ ആ ഗ്ലോബലായ സ്വത്വം തടസ്സമാകാത്ത രീതിയിലുള്ള അന്വേഷണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമൂഹം. മുസ്ലിം സമൂഹത്തിന്റെ വൈജ്ഞാനിക പുരോഗതി നമുക്കറിയാം. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ, മാസികകൾ, അതുപോലെ മറ്റു വിദ്യാഭ്യാസ സമാന്തര സംവിധാനങ്ങൾ, ഗവൺമെന്റിനെ വെല്ലുന്ന രീതിയിലുള്ള സാമ്പത്തിക ഓർഗനൈസേഷൻ സെറ്റപ്പുകളിലൂടെ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, പ്രത്യേകിച്ച് നമ്മൾ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഔദ്യോഗിക സ്ഥാപനങ്ങൾക്ക് പകരം ഏറ്റവും കൂടുതൽ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സമാന്തര സ്ഥാപനങ്ങളെല്ലാം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മൂലധനം ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെന്ന് കൂടി മനസ്സിലാകും. ഇതിൽ ആളുകളുടെ ശമ്പളം, ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസ്, അതുപോലെ മറ്റു സംഗതികൾ, സിലബസ്, വിദ്യാഭ്യാസ ബോർഡുകൾ, അതുപോലെ മറ്റു സംഗതികളെല്ലാം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മൂലധനം ഉപയോഗിച്ചാണ്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ ഒക്കെയും തന്നെ ക്രിയാത്മകമായ ഇതാണ്. കച്ചവട സമുദായമായിട്ടാണ് സാധാരണ ചരിത്രമെടുത്ത് മുസ്ലിങ്ങളെ വരുന്നത്. ഗ്ലോബലൈസേഷന്റെ സാധ്യത ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം സമൂഹം എന്നത്. കച്ചവടം അവരുടെ ഒരു മെയിൻ ഏർപ്പാടായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ദലിത് പിന്നാക്ക വിഭാഗങ്ങൾ, മറ്റൊരു വിഭാഗങ്ങൾ, സാമൂഹിക വിഭാഗങ്ങളായിട്ട് കേരളത്തിൽ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പൂർണ്ണമായും കേരള മോഡലിന്റെ പുറത്തു നിൽക്കുന്ന സമുദായമാണ്. കേരള മോഡലിന്റെ ഹെൽത്ത്, വെൽത്ത്, എഡ്യൂക്കേഷൻ, ഗവൺമെന്റ്, പൊതുമേഖല തുടങ്ങിയ ഈ സ്ട്രീമിൽ ഇവരാരെയും പരിഗണിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ സമരരീതികളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ജാതി മതങ്ങൾ പരിശോധിച്ച വലിയൊരു വിഭാഗം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിലെ നർമ്മദ മുതൽ മുലമ്പള്ളി വരെയുള്ള അങ്ങനെ എല്ലാത്തിലും വളരെ അപൂർവമായി അപ്പർ കാസ്റ്റ് തുടങ്ങിയ ജാതികളൊക്കെ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കുടിയൊഴിപ്പിക്കപ്പെടുന്നു. അങ്ങനെ വികസനത്തിന്റെ ഒരു ചാതുർവർണ്ണ്യം, ഈ വികസനത്തിലൊരു പുതിയൊരു ചാതുർവർണ്ണ്യ സിദ്ധാന്തം തന്നെ ഫലപ്രദമായി ഭരണകൂടം ഈ ഡെവലപ്മെന്റിന്റെ പേരിൽ നടന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു ഡെവലപ്മെന്റ് ആഘോഷത്തിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പുതിയ വികസന പദാവലികളിൽ കൂടി ഇവരെ പുറന്തള്ളാനുള്ള ശ്രമം നടത്തുന്നു. വേറെ ഒന്ന് സംഗതി തൊഴിലും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. തൊഴിൽ എന്ന് പറഞ്ഞാൽ ജാതി വിഭാഗങ്ങളെ ഇന്ത്യയിൽ അടയാളപ്പെടുന്ന പ്രത്യേകിച്ച് തൊഴിലിലൂടെയാണ്, ജോബിലൂടെയാണ്, കുലത്തൊഴിൽ തുടങ്ങിയവയിലൂടെയാണ്. ഈ പൊതുമേഖലാ തകർച്ച എന്ന ഒരു ഭീഷണിയിലൂടെയാണ് നമ്മൾ തൊഴിലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്. തൊഴിലിന്റെ മേഖലയിൽ ഉദാര നയം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ യന്ത്രവൽക്കരണം, സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മൂന്നാം ലോക രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം ലോക രാജ്യങ്ങൾ എന്ന് ഇപ്പോൾ പറയാൻ പറ്റുമെന്നറിയില്ല, അങ്ങനത്തെ ഉള്ള രാജ്യങ്ങളുമാണ്. ഈ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വികസന മുരടിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി വിരുദ്ധമായ ഒരു സംഗതി കൂടി ഇതിലുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിരുന്ന മനുഷ്യനാണ്, ഭക്ഷണം തേടിയുന്ന മനുഷ്യൻ ആയുധം തേടി, ആയുധത്തിൽ നിന്ന് സാങ്കേതികം, യന്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങിയ ഒരു മേഖലയിലേക്ക് പ്രാപിക്കുമ്പോൾ ഇതിനെ ക്രിയാത്മകമായി പോസിറ്റീവായി ഉപയോഗിക്കാത്തതിന്റെ ഫലമായി മൂന്നാം ലോക രാജ്യങ്ങളിൽ ഈ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ മത്സരിച്ചിരുന്ന ഇടതുപക്ഷ സ്വാധീനമായിരുന്നു. ഇടതുപക്ഷ സ്വാധീനത്തിന് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായതിന്റെ ശേഷം തന്നെ 36 കോടി ജനങ്ങൾ ദരിദ്രത്തിൽ ആയി എന്നതാണ്. ഏറ്റവും ക്രിയാശേഷി ഉപയോഗിക്കാൻ പറ്റുന്ന തൊഴിൽ നയങ്ങളും തൊഴിൽ മേഖലയുടെ വികാസവും പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷന്റെ കാലഘട്ടത്തിൽ വളരെ പോസിറ്റീവായ രീതിയിൽ ഉപയോഗിക്കാൻ തയ്യാറാവാതെ ഇതെല്ലാം സാങ്കേതികവിദ്യയെയും യന്ത്രവൽക്കരണത്തെയും എതിർക്കുന്ന ഇടതുപക്ഷ അനുകൂല സിദ്ധാന്തങ്ങൾ ഇന്ത്യയിലെ നെഹ്റുവിയൻ ധാരയിൽ പോലും ഉണ്ടായതുകൊണ്ട് 50 വർഷത്തെ ഡെവലപ്മെന്റാണ് തുടങ്ങിയത്. ഞാൻ പറയാൻ കാരണം ഈ തൊഴിൽ കൂടെയാണ്, പ്രത്യേകിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു. കേരളത്തിലെ സാക്ഷരത നിരക്ക് 7 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് 54% ഇന്ത്യയിൽ സാക്ഷരത എങ്കിൽ 87% ഇന്ത്യയിലെ സാക്ഷരത എന്ന് പറയും. കേരളത്തിലെ സാക്ഷരത, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. എന്നാൽ പോലും റോഡ്, കമ്മ്യൂണിക്കേഷൻ, കേരളത്തിലെ ഗ്രാമത്തിലെ 100 പേരെടുത്ത് സർവേത്തിൽ 12 പേർക്ക് മൊബൈൽ ഫോണുണ്ട്. അത് ഇന്ത്യയിൽ 1.7 മൊത്തം ആവറേജ് എന്ന് പറയും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ, റോഡ് തുടങ്ങിയ മേഖലയിലൊക്കെ വലിയ വികാസം, അടിസ്ഥാനപരമായ വികാസം നേടി എന്ന് അവകാശപ്പെടുന്ന ആൾക്ക് സാങ്കേതിക വിദ്യയിൽ കൂടി സാങ്കേതിക വിദ്യയുടെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ നേരത്തെ പൊതുമേഖലയുടെ തകർച്ച പറഞ്ഞ് പ്രത്യേക ജനവിഭാഗങ്ങളെ മാത്രം സംരക്ഷിച്ചു നിർത്തി തൊഴിൽ സമത്വം ഇല്ലായ്മ ചെയ്ത ഡെവലപ്മെന്റിൽ നിന്ന് മാറ്റി സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് തൊഴിൽ സമത്വം, തുല്യനീതി, അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷ എന്നിവ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും നൽകാൻ പറ്റുന്ന വികസനത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ശ്രേണിയാണ് വിവരസാങ്കേതിക വിദ്യ. ഈ വിവരസാങ്കേതിക വിദ്യയെ പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഗവൺമെന്റും ഭരണകൂടവും എങ്ങനെ നോക്കിക്കാണുന്നു, തയ്യാറാക്കുന്നതോടുകൂടി നേരത്തെ പറഞ്ഞ പുറത്തു നിർത്തപ്പെട്ട ഒരു വലിയ ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളിലെ ആളുകളും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർജിനലൈസ് ചെയ്യപ്പെട്ട സൊസൈറ്റിയിൽ നിന്ന ആളുകളുമാണ്. ഇതിനുമായി ബന്ധപ്പെട്ട സമൂഹത്തിലുണ്ടായ ഒരുപാട് സോഷ്യൽ എൻകൗണ്ടറുകൾ, വിവാദമുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇതിനെങ്ങനെ ഭരണകൂടം പോസിറ്റീവായി കാണുന്നു, ഇതിന്റെ എല്ലാ ദൗർബല്യങ്ങളും, മാനവിക വിരുദ്ധം എന്ന് പറയുന്ന സംഗതികളൊക്കെ കൂടി ഒഴിവാക്കിയാൽ തന്നെ ഇതിന്റെ പോസിറ്റീവായ വശങ്ങളെ വളരെ പോസിറ്റീവായ രീതിയിൽ സമീപിച്ചാൽ ഈ സാമൂഹിക വിഭാഗങ്ങളുടെ തുല്യ സമത്വം കേരള ഡെവലപ്മെന്റിൽ ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രബന്ധം അവസാനിപ്പിക്കുന്നു.